അപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഗാസയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗാസ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. യുദ്ധം നിർത്തുമെന്ന ഇസ്രായേലിന്റെ പരാമർശങ്ങൾ കബളിപ്പിക്കാനെന്ന് ഹമാസ് കുറിപ്പിറക്കി. അതേസമയം കരാറിൽ കൂടുതൽ ചർച്ചകൾക്ക് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഈജിപ്തിൽ. നാളെ ഹമാസ് പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ചർച്ച നടത്തും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ പദ്ധതിയെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. ഹമാസ് ചില വ്യവസ്ഥകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിൽ പോലും പൂർണ്ണമായും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ട്രംപ് ഈ പറഞ്ഞതിന് ശേഷവും ഇസ്രായേൽ വീണ്ടും അവിടെ ആക്രമണം തുടരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ട്രംപ് പറഞ്ഞിട്ട് പോലും ഈ നെതന്യാഹു കേൾക്കുന്നില്ലേ എന്ന് പോലും ലോകം ചോദിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവിടെ തുടർച്ചയായി ആക്രമണം നടക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണോ വീണ്ടും ഹമാസ് ഒരു എതിർപ്പുണ്ട് എന്നുള്ള തരത്തിലേക്ക്, ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനോ ഒരു എതിർപ്പുണ്ട് എന്ന തരത്തിലേക്ക് സൂചന നൽകുന്ന ഒരു പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്? ആര്യ, ഇതിന്റെ കാര്യമെന്ന് വെച്ചാൽ ഗാസയിലെ ആക്രമണം നിർത്തുന്നതിന് ഇസ്രായേലിന് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷേ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേലിന് മകളിലുണ്ട്. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം വേണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും കടക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഉള്ള അത്രയും താല്പര്യം ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അവിടെ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കാനായിട്ട് ഇസ്രായേൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന 21 പോയിന്റുകളുള്ള സമാധാന കരാർ അതിൽ ഭാഗികമായെങ്കിലും അംഗീകരിക്കാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ അതിനുള്ള ചർച്ചകൾ നടത്താമെന്നും അതുപോലെ ബന്ദികളെ കൈമാറാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകളാവാമെന്നും ഹമാസും പറഞ്ഞിരുന്നു. അത് അംഗീകരിക്കാമെന്ന് തന്നെ ഇന്നലെ നെതന്യാഹുവും പറഞ്ഞു. പക്ഷേ ഈ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും ഗാസയിൽ ആക്രമണങ്ങൾ നടത്തുകയും 70ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്നൊരു കുറിപ്പ് വരുന്നത്. അതായത് ഇത്തരം കരാറുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആക്രമണം നടത്താനുള്ളൊരു ആക്രമണം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാമെന്നുള്ള ഇസ്രായേലിൻ്റെ വാക്കുകൾ അത് കള്ളമാണ്, അത് മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള പരാമർശങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന്, അതായത് ഞായറാഴ്ച, ഇന്ന് ഈ വൈകുന്നേരത്തിനുള്ളിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കരാർ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നൊരു പരാമർശം വരാതെ, അല്ലെങ്കിൽ കുറിപ്പിറങ്ങാതെ, അവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കും, ഗാസയിലെ യുദ്ധം നിർത്താൻ പിന്നെ തങ്ങൾക്ക് ഒരു തരത്തിലും ഇസ്രായേലിനോട് പറയാൻ കഴിയില്ല എന്നുള്ള പരാമർശങ്ങളും വാക്കുകളും ഭീഷണിയും കൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ അവിടെ കാര്യങ്ങൾ വളരെ കലുഷിതമായിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന, ഇന്നലെ ഒരു സമാധാനത്തിൻ്റെ ഒരു വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്നാകുമ്പോൾ നേരെ മറിച്ച് അവിടെ വലിയൊരു വീണ്ടും കാര്യങ്ങൾ വഷളാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ സമാധാന കരാറുമായിട്ടുള്ള ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് അമേരിക്കയുടെ 2 പ്രതിനിധികൾ, സ്റ്റീവ് വിറ്റ്കോഫ് അടക്കം ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നടക്കുന്ന ഈജിപ്തിലെ മധ്യസ്ഥരുമായിട്ട് ഈ അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച ചെയ്യും. അതിനുശേഷം നാളെ ഹമാസിൻ്റെ പ്രതിനിധികളും അതുപോലെ ഇസ്രായേലിൻ്റെ പ്രതിനിധികളും ഈജിപ്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ബന്ദി കൈമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരിക. അതിൽ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് കൈമാറ്റം നടത്തിയാൽ ഉടനെ 20, അതായത് ഈ സമാധാന കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചാണ്. ബന്ദികളെ കൈമാറിയതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള പോയിന്റുകളെ പറ്റി, കരാറിലെ മറ്റ് വിവരങ്ങളെ പറ്റി ചർച്ചയാകൂ, അത് നടപ്പിൽ വരുത്താനുള്ള രീതികൾ ചർച്ചയാകും എന്നുള്ളതാണ്. പക്ഷേ ഹമാസിന് വേണ്ടത് ബന്ദികളെ കൈമാറിയാൽ പിന്നെ
പിന്നെ ഹമാസിന് ഒരു സേയുമില്ല അവിടുത്തെ ഗാസയിലെ കാര്യത്തിൽ. അപ്പോൾ ബന്ദികളെ കൈമാറി കഴിഞ്ഞാൽ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ നടപ്പാക്കുമോ, അതോ ഈ ബന്ദികളെ കൈമാറിയതിനു ശേഷം ഹമാസിനെ നശിപ്പിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഗാസയെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഹമാസിന് സംശയമുണ്ട്. അക്കാര്യത്തിൽ ഹമാസിന് ഒരു ഉറപ്പ് വേണം. തങ്ങൾ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കരാറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗാസയിൽ നടപ്പാക്കും, ഗാസയിൽ സ്വതന്ത്രമാക്കും, ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഹമാസിന് ഉറപ്പ് വേണം. അതാണ് ഇപ്പോൾ ഈ ഒരു കരാർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം നീണ്ടു പോകുന്നത്. തീർച്ചയായും അഭിലാഷ് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഗാസ പദ്ധതിയെ, ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ട്രംപ് പറഞ്ഞതിന് ശേഷം പരസ്യമായി ആണ് നിർദ്ദേശം നൽകിയത് ഇസ്രായേലിന് ഈ ആക്രമണം നിർത്തണം എന്നുള്ളത്. എന്നിട്ടും നെതന്യാഹു എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇപ്പോഴും അവിടെ എന്തുകൊണ്ട് രക്തച്ചൊരിച്ചിൽ തുടരുന്നു? ഇപ്പോഴും രക്തച്ചൊരിച്ചിൽ തുടരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പീസ് പ്രോസസ് എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ടാൽ തെളിയുന്ന മാതിരി തെളിയുന്ന ഒരു കാര്യമല്ല. അതിൻ്റെതായ ഒരു സമയക്രമം ഉണ്ടാകും. 2 വർഷമായി തുടരുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സമയക്രമം നിശ്ചയിക്കേണ്ട ഒരു ചുമതലയുണ്ട്. ട്രംപ് പറഞ്ഞ ആദ്യ സമയക്രമം എന്ന് പറയുന്നത് ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് 5 മണിക്ക്. അതിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് എന്ന് വേണേൽ കരുതാം. ആ ഒരു സമയത്തിനുള്ളിൽ ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആദ്യ ബന്ദിയെങ്കിലും അതിനുള്ളിൽ കൈമാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണാം. ഇപ്പോൾ നിലവിൽ 20ഓളം ബന്ദികളാണ് ജീവനോടെ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ആകെയുള്ള 48 ബന്ദികളിൽ 20 പേരെ അവരെ ഒറ്റയടിക്കോ ഘട്ടം ഘട്ടമായ കൈമാറും. തത്തുല്യമായ എണ്ണം അല്ല, അതിനേക്കാൾ വളരെ കൂടുതൽ എണ്ണം ബന്ദികളെയാണ്, തടവുകാരെയാണ് ഇസ്രായേൽ തിരിച്ച് ഗസയ്ക്ക് കൈമാറുന്നത്. അത് ഏതാണ്ട് 250ഓളം തടവുകാരെയും പൂർണ്ണ തടവുകാരെയും ബാക്കി 1700ഓളം സാധാരണ തടവുകാരെയും കൈമാറാനുള്ള ഒരു കരാറാണ്. ഇതെല്ലാം തീർച്ചയായും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാവില്ല എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്ക് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ അതൊരു സമയക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഹമാസിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ കൈവശമുള്ള 20 ബന്ദികളെ കൈമാറുകയാണെങ്കിൽ എന്ത് തരം ഉറപ്പുകളാണ് ഇസ്രായേൽ നൽകുക? ഇസ്രായേലിന്റെ സേനാ പിന്മാറ്റം പൂർണ്ണമായി എന്തായാലും അതിന് ദിവസങ്ങളോ ആഴ്ചകളോ ഒരുപക്ഷെ മാസങ്ങളോ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര ഉള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഫേംലി എൻട്രൻസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിനുള്ള സമയക്രമം നിശ്ചയിക്കുക എന്നതായിരിക്കണം ആദ്യ ചർച്ച. ഇപ്പോൾ കെയ്റോയിലും ദോഹയിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ, സമാധാന ചർച്ചകൾ, ഇത് വിശാല സമാധാന പ്രക്രിയയുടെ ഭാഗമാണ്. കാരണം അമേരിക്ക മാത്രമല്ല, അറബ് രാജ്യങ്ങളും ഈ പീസ് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഉറപ്പുകൾ ചോദിക്കുന്നത്. തങ്ങൾ ബന്ദികളെ കൈമാറി കഴിഞ്ഞാൽ തിരിച്ചുള്ള സുരക്ഷാ ഉറപ്പുകൾ എന്തെല്ലാമാണ്. മറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുകൾ ആവശ്യമുണ്ട്. ആർക്കാണ് ആയുധങ്ങൾ കൈമാറുന്നത്? ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കണം. അതേക്കുറിച്ച് യാതൊരു ധാരണയും ഇതുവരെ, ഈ നിമിഷം വരെ അതേക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടില്ല. ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന് നേരിട്ടൊരു റോൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ഒരു ടെക്നോക്രാറ്റുകളുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടക്കാല ഭരണ സംവിധാനം, അതൊരു ഗവൺമെന്റ് എന്ന് പോലും പറയാനാവില്ല, ഇടക്കാല അറേഞ്ച്മെന്റ്, ഇന്റീരിയം അതോറിറ്റി, ആ അതോറിറ്റിയിൽ വരുന്നത് ടെക്നീഷ്യൻസ് ആണ്. ആരാണ് ടെക്നോക്രാറ്റുകളെ തീരുമാനിക്കുക? അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്നാണോ തീരുമാനിക്കുക? അവിടെ പലസ്തീൻ ജനതയുടെ പ്രതിനിധികൾ എത്ര പേരുണ്ടാവും? ആരാണ് അവരെ തീരുമാനിക്കുക? ഈ വക കാര്യങ്ങളിൽ യാതൊരു നിശ്ചയം ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇതൊരു തുടക്കം എന്ന നിലയിൽ, എല്ലാ ദീർഘമായ യാത്രയും തുടങ്ങുന്ന ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. ഒരു തുടക്കം എന്ന നിലയിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയെ പൊതുവെ ഇസ്രായേലും ഹമാസും അറബ് രാജ്യങ്ങളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉടനടി ഒരു സമാധാന ചർച്ച വിജയിക്കൽ, ഉടനടി പൂർണ്ണ സമാധാനം ഉണ്ടാവില്ല, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തണം എന്ന ആ ഒരു പ്രഖ്യാപനം, അതും ഒറ്റയടിക്ക് വെടിനിർത്തലില്ല. ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും ഏതാനും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോംബിംഗ് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ആക്രമണവും ഉടനടി അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ ഇപ്പോഴും ഈ ഈജിപ്ഷ്യന്റെ അടക്കം നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ ഇനിയൊരു ചർച്ച നടക്കുന്നുണ്ട്. US പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും ഒക്കെ